സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി സാഹചര്യം മുഖ്യമന്ത്രി പരിശോധിക്കും. ഇന്ന് മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും ഇക്കാര്യത്തിൽ ചർച്ച നടത്തും. ലോഡ് ഷെഡിംഗ് വേണ്ടി വരുമോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനാണ് കൂടുതൽ സാധ്യത. ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല എന്നൊക്കെയാണ് വിലയിരുത്തൽ. വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു കരുണാകരൻ ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഒപ്പം ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല, പ്രത്യേകിച്ച് ഓണക്കാലമാണ്. പക്ഷേ ഉപയോഗത്തിലടക്കം വലിയ നിയന്ത്രണങ്ങൾ വേണ്ടിവരും. കർശനമായ അത്തരം മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഇന്നത്തെ ചർച്ചയിൽ അജണ്ടകളായി വരാൻ സാധ്യത? ഗുഡ് മോർണിംഗ് അജിംഷാദ്. ഇന്ന് രാവിലെ തന്നെ നമ്മൾ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അതാണ്. ഇന്ന് KSEBയുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. മുഖ്യമന്ത്രിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായി ഇന്നൊരു ചർച്ചയുണ്ടാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ചർച്ച. തിങ്കളാഴ്ച ചർച്ച കൂടിയിരുന്നു. അതിനുശേഷം ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ വന്നതോടെയാണ് തീരുമാനമെടുക്കുന്ന കാര്യം മുഖ്യമന്ത്രിയിലേക്ക് വിട്ടത്. മുഖ്യമന്ത്രിയാണ് ഇന്ന് അക്കാര്യത്തിൽ ഒരു തീരുമാനം കൊണ്ടുവരിക. അതുപോലെ തന്നെ അന്ന് രാത്രി തന്നെ ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു. അർദ്ധരാത്രിയിൽ തന്നെ വന്നിരുന്നു. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഈ ഒരു കരാർ നീട്ടിയിരുന്നു. അന്നത്തോടെ കരാർ അവസാനിക്കേണ്ടതായിരുന്നു തിങ്കളാഴ്ച. അത് മാറി ഡിസംബർ 31 വരെ കരാർ നീട്ടിയിരുന്നു. അതുകൊണ്ട് ആ ഒരു ദിവസം വരെ ലോഡ് ഷെഡിങ്ങിലൊക്കെ ഇളവ് വരുത്താനുള്ള കാര്യങ്ങളിലൊക്കെ നടപടിയെടുക്കാൻ തീരുമാനമുണ്ടായി. പിന്നീടാണ് ഓണം എന്നുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇത്തവണ ഓണം ആയതുകൊണ്ട് തന്നെ അതിന് ഒരു പരിഹാരമെന്നോളം ഇതിന് ലോഡ് ഷെഡിംഗ് ഒക്കെ ഒഴിവാക്കുന്ന സാഹചര്യം. അപ്പോഴാണ് KSEB ഒരു നിർദ്ദേശവുമായി വന്നത്. വൈകിട്ട് 6 മുതൽ രാത്രി 11 മണി വരെയുള്ള സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കണം, ഉപഭോക്താക്കൾ തന്നെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. കാരണം വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. മഴയില്ലാത്തതും അത് കാരണമാണ്. വൈദ്യുതിയുടെ ഉത്പാദന അളവ് കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. അങ്ങനെ തന്നെ 2024 ജനുവരി 1-നാണ് പുതിയ കരാർ ആരംഭിക്കുക. കരാർ ആരംഭിക്കുമ്പോൾ തന്നെ ടെൻഡർ നടപടികൾ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി നടക്കുന്നുണ്ട്. അത് ഉടനെ തീർപ്പാക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ലോഡ് ഷെഡിംഗ് വേണമോ, വൈദ്യുതി എത്രത്തോളം നിയന്ത്രിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയായിരിക്കും ഇന്നത്തെ യോഗത്തിന് ശേഷം തീരുമാനിക്കുക. ഈ ഒരു കാര്യം തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിൽ വലിയ ചൂടാണ് രേഖപ്പെടുത്തുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒക്കെ മുന്നറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്ത് വലിയ ചൂട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കറണ്ടിൽ ഉള്ള കളിയും പൊള്ളുന്ന രീതിയിലേക്ക് മലയാളിക്ക്